ഭയങ്കരമായിട്ട് കരഞ്ഞോ? വിഷമം. അത് ഇടയ്ക്കിടയ്ക്ക് കരയുന്നതല്ലേ? സെറ്റിൽ അങ്ങനെ സിറ്റ്കോമിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അതിങ്ങനെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണതാണ്. എന്ത് തോന്നി? അങ്ങനെ അമ്മ മകൾ എന്നുള്ള ബന്ധമൊന്നും അങ്ങനത്തെ ഒരു റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, അതുകൊണ്ടല്ല, അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്, ഒരു മകൾ എന്നുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നിച്ചിട്ടില്ല. എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഐസ് ബ്രേക്ക് എന്ന് പറയുന്ന ചാനലിൽ റോഹൻ ബ്രോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ മഞ്ജു പത്രോസ് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അബൌട്ട് അനിമോൾ. അപ്പോൾ നമ്മുടെ അനിമോളിൽ വീസസ് അനീഷ ഒരു ഇഷ്യൂ നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പല ആളുകളും എനിക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും ഇത് ബ്രോ ഒന്ന് റിയാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത് റിയാക്ട് ചെയ്യാത്തതിന് മറ്റ് പല കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ റിയാക്ട് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ മഞ്ജു പത്രോസ് അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അബൌട്ട് അനിമോളെ പറ്റിയിട്ട്. നമുക്കത് കേട്ടിട്ട് അതിന് ശേഷം ഈ പറഞ്ഞേക്കുന്ന പ്രസ്തുത വിഷയത്തിലോട്ട് നമുക്ക് വരാം. ഇപ്പൊ ലാസ്റ്റ് ബിഗ് ബോസിലാണെന്നില്ല അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പറയുന്ന ഒരാളായിരുന്നു അനുമോള്. പ്രത്യേകിച്ച് അനുമോള് സിറ്റ്കോമിൽ ഒരുമിച്ചുള്ള അമ്മിമകളും കൂടിയാണ് നിങ്ങൾ. അപ്പോൾ എങ്ങനെ തോന്നി, എന്താ പറയുക, ബിഗ് ബോസിൽ കണ്ട സമയത്ത് അനുമോളുടെ റിയൽ വേർഷൻ ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്തത്? വിഷമം ഉണ്ടാവുമ്പോ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന അതെ അതെ, വിഷമം ഉണ്ടാകുമ്പോ ഇതേപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആവുന്ന ഒരാളാണ് അവള്. അനുമോൾ ആ കരച്ചിലിന്റെ പേരിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സത്യത്തിൽ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലേ, ഏത് ഭയങ്കരമായിട്ട് കരഞ്ഞോ? വിഷമം. അത് ഇടയ്ക്കിടയ്ക്ക് കരയുന്നതല്ലേ? സെറ്റിൽ അങ്ങനെ സിറ്റ്കോമിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അതിങ്ങനെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണതാണ്. ഭയങ്കരമായിട്ട് മിമിക്രി വശമുണ്ടല്ലേ? എപ്പോഴും കാണുമല്ലേ? എന്ത് തോന്നുന്നു ശരിക്കും? അമ്മിമകളും കൂടിയാണ്, പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് കുറച്ചുകൂടെ. എന്ത് തോന്നി? അങ്ങനെ അമ്മ മകൾ എന്നുള്ള ബന്ധമൊന്നും അങ്ങനത്തെ ഒരു റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, അതുകൊണ്ടല്ല, അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്, ഒരു മകൾ എന്നുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നിച്ചിട്ടില്ല. അതെനിക്ക് ഇപ്പൊ അളിയൻസിലുള്ള മുത്തിനോട് മാത്രമാണ് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് തോന്നിച്ചിട്ടുള്ളൂ. ഇത് ഒരു സുഹൃത്ത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ ഭയങ്കര. പിന്നെ തോന്നിയിട്ടുണ്ടോ? ഐ മീൻ പോയിട്ടുള്ള അതേ ഷോയ്ക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ എന്നെ വിളിച്ചായിരുന്നു, പോകുന്നതിന് മുമ്പ് വിളിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് പോയി ചെന്നിട്ട് വാ, ബുദ്ധിയോടുകൂടി കളിക്കുക. എനിക്ക് കളി അറിയില്ലായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുത്. ഒരു ലേഡി ബിഗ് ബോസ് വിന്നർ വന്നപ്പോൾ ലേഡി എന്ത് ഫീൽ ചെയ്തു? സന്തോഷമാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ അത്ര അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേ, അത് വലിയ കാര്യമാണ്. ഈ ഷോ എന്താണെങ്കിലും ഒരു സുഹൃത്ത് എന്ന നിലയിൽ അവിടെ നിർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടൊരു മകൾ എന്നുള്ളൊരു ബന്ധത്തിലോട്ടുള്ള സ്ഥാനം എന്താണെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ആ ഒരു ലിമിറ്റേഷൻസ് ഇവർക്കിടയിലുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് വരുമെന്ന് പറയുമ്പോഴത്തേക്കിന് ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധി അവിടെ അനുമോൾ പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം PR ഇത്രയും പൈസ കൊടുത്ത് വിൻ ചെയ്ത് കപ്പ് അടിച്ച് മാറ്റിക്കൊണ്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ പല ആളുകൾക്കും അങ്ങോട്ട് പൊളിഞ്ഞങ്ങോട്ട് ഇളകാൻ തുടങ്ങും. അത് ഇളകാൻ വരട്ടെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് ബാക്കിയും കൂടെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഈ കഴിഞ്ഞ ശേഷം ഇപ്പം ചിലരുടെ ഷോ കഴിഞ്ഞ് അത് പുറത്തിറങ്ങുമ്പോൾ അവിടെ തീരും, ചിലരെ തുറന്ന് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സീസൺ 2 അത്രത്തോളം അല്ലെ പിന്നീട് അവിടെ നിങ്ങോട്ട് സൗഹൃദത്തിൽ കണ്ടിട്ടുണ്ട്. അതോ അപ്പോൾ പോരുള്ളവരുണ്ടായിരുന്നു അറിയില്ല, അന്തർധാര ഉണ്ടായിരുന്നു അറിയില്ല. അതായത് ഷോ കഴിഞ്ഞിട്ടും അതിനകത്തുണ്ടായിരുന്ന വിഷയങ്ങൾ പിന്നീടും തുറന്നു കൊണ്ടുപോകുക, അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും? ഈ സീസണിൽ അങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് അനുമോൾ, അനീഷ് അങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം, മറ്റേ അനുവിനോട് ആർക്കും കോണ്ടാക്ട് ഇല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കേട്ടു. എനിക്ക് അതൊന്നും അറിയില്ല. അപ്പം നമ്മുടെ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോണിൽ സൗഹൃദം സൂക്ഷിക്കുന്ന ആളല്ല. ഒന്നാമത്തെ കാര്യം, കാണുമ്പോൾ സ്നേഹമാണ്, സംസാരിക്കുന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ഡെയിലി കോണ്ടാക്ട് ഉള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് അങ്ങനെ നിലനിർത്താൻ അറിയില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഞങ്ങളുടെ സീസണിലുള്ള എല്ലാവരുമായിട്ടും സ്നേഹമാണ് എന്ന് ഇപ്പോഴും വിളിയും പറിച്ചിട്ടൊന്നുമില്ല. പല കാലത്തും വീണയെ വിളിക്കും, കുക്കറപ്പം വിളിക്കും, അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളീ പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യം നമുക്ക് അത്രയും ബന്ധമുള്ള സുഹൃത്തുക്കളായിട്ട് പോലും എല്ലാ ദിവസവും കോൾ ചെയ്തെന്നോ ചാറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചെന്നോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടെന്നോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. പക്ഷേ കുറേ നാൾ കൂടി നമ്മൾ പെട്ടെന്നൊരു ദിവസം കാണുമ്പോഴേ ഇന്നലെ കണ്ട പോലെ അതേ ഒരു വൈബി കാണുന്ന സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു അനുമോളുടെ ഒക്കെ ഒരു കേസ് പറയുമ്പോഴത്തേക്കിന് ഇനി നമുക്ക് അനുമോളെ പറ്റിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. കാരണം എന്ന് വെച്ചാൽ PR കൊണ്ട് മാത്രം ജയിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുമ്പോൾ പലർക്കും ഇത് പൊളിയും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു ടൈം കൂടുതൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, PR ഇല്ല എന്നുണ്ടെങ്കിൽ അനുമോൾ വിൻ ചെയ്യൂല. അന്ന് ആ ഒരു സമയത്ത് വോട്ട് മറിച്ചതിൻ്റെ കുറേ സംഭവങ്ങളും അങ്ങനെ കുറേ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം വോട്ട് മറിച്ചു അങ്ങനെയൊക്കെ നടക്കും അത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതിനെ കുറിച്ചിട്ട് തന്നെ അനുമോളുടെ PR ആയിട്ടുള്ള വിനു വിജയ് പുള്ളി തന്നെ അന്ന് വന്ന് സംസാരിച്ചേക്കുന്ന കുറേ സംഭവം ഉണ്ടായിരുന്നു. ഇനി അത് എടുത്തിങ്ങോട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് സംസാരിക്കുന്ന കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര വലിഞ്ഞു പോകും. അതിലോട്ട് പോകുന്നില്ല. അന്ന് കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. പിന്നെ അനുമോള് PR കൊണ്ടല്ല
ജെനുവിൻ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ട് മാത്രമാണ് ജയിച്ചത്. ഈ അവസാന ആഴ്ചയിൽ ഈ എവിക്റ്റ് ആയിട്ട് പോയേക്കുന്ന ആൾക്കാർ അകത്തോട്ട് കയറി വന്ന് കാണിച്ചിരിക്കുന്ന പരിപാടികൾ കൊണ്ടാണ് അനുമോൾക്ക് ഭയങ്കര വോട്ട് കയറി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ പുറത്ത് പോയിട്ട് അകത്തോട്ട് കയറി വന്നേക്കുന്ന ആൾക്കാർ ഇത്രയും ഭയങ്കരമായിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്തത്? അനുമോൾ അകത്ത് നിന്നിട്ട് പല രീതിയിലും ആൾക്കാരുടെ അടുത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ വലിച്ചിട്ടേക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ അക്ബർ ഖാൻ ആണെങ്കിൽ ബസ്സിൽ മറ്റേ ഞരമ്പൻ്റെ കൂട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അനുമോൾ PR കൊണ്ട് മാത്രം ജയിച്ചൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. എന്നാൽ ജെനുവിൻ വോട്ട് കൊണ്ട് മാത്രമാണ് അനുമോൾ ജയിച്ചത് എന്നാണ് നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളുടെ വേറൊരു റിയൽ ലൈഫ് വേർഷനാണ് ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്നത്. ബസ്സിൽ വെച്ചിട്ട് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടിയിട്ട് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ഒരു ഷിംജിതേനെ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അനുമോൾ അവിടെ ചെയ്യുന്ന ആ പ്രവർത്തികളെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ. ആ പ്രവർത്തിക്ക് അപ്പുറത്തേക്ക് അനുമോളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അന്ധമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ജെനുവിൻ വോട്ടുകൊണ്ട് മാത്രമാണ് വിജയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഷിംജിതേനെ അല്ലെങ്കിൽ ഷിംജിത ചെയ്ത കാര്യങ്ങളും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, പിന്നെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, ഇത്രയും നാളുകൾ കഴിഞ്ഞു, ഇനി അതിനെ പറ്റിയിട്ട് അന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ട് വീണ്ടും ഇങ്ങോട്ട് ഇടേണ്ട ആവശ്യകതയൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഈ അനീഷ് അനുമോൾ ഈ ഒരു വിഷയത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ചില ആളുകൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള സാധനം പറയും. ഇപ്പം അനീഷിൻ്റെ സൈഡിലോട്ട് നമുക്ക് വരാം. അപ്പം അങ്ങനെ പറയാം എന്നുള്ളത് മാത്രമേ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ PR ബേബി തന്നെയായിരുന്നു സംബോധന ചെയ്ത് വീഡിയോക്കകത്തോടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം PR കൊണ്ട് മാത്രം ജയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയായിരുന്നു നമ്മൾ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. കാര്യം ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും നാളുകൾ കഴിഞ്ഞു, ഇനി നമ്മൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നടക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ബിഗ് ബോസിൻ്റെ കപ്പ് വാങ്ങിച്ചിട്ട് അനുമോൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ നാണം കെട്ട് വാങ്ങിയേക്കുന്ന ഒരു കപ്പ് തന്നെയാണ്. കാരണം നമ്മളെല്ലാ മലയാളികൾക്കും അപമാനമായിട്ടുള്ളൊരു സാധനമാണ് അനുമോൾ കപ്പടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഭയങ്കര സദാചാരവും അൾട്ടിമേറ്റ് പ്രോമാക്സ് സദാചാരം കുലസ്ത്രീ വൈബ് കുറേ സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ആ ഒരാൾക്ക് ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ ഇഷ്ടപ്പെട്ട് കൊടുത്ത കപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത് ഭയങ്കര പേടിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം അങ്ങനെ ഈ സദാചാരം പ്രോമാക്സ് കുലസ്ത്രീ പരിപാടികളും ഒരു ആണും പെണ്ണും അടുത്തിരുന്ന് എന്ത് ചെയ്യും, ചുംബിക്കും, അങ്ങനത്തെ ഒരു വൃത്തിയായിട്ടൊരു മൈൻഡ് സെറ്റ് അന്ന് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഗെയിം കളിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ അനുമോൾ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഭയങ്കരമായിട്ട് മഹത്വവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ഇവരുടെ ലൈഫിൽ ഇപ്പം ശരത്തപ്പാനിയുടെ അക്ബർ ഖാൻ്റെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ലൈഫിൽ ഭയങ്കര മോശമായിട്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ ബാധിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ആയിരുന്നു അവർ ആ ഒരു ഹൗസിനകത്തിട്ട് തിരിച്ചെത്തിയ ടൈമിൽ ഈ അവസാനത്തെ ആഴ്ചയിൽ അവർ തീർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ ചില ആൾക്കാർ ഇരുത്തിരി ഓവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അത്രയും ഇതാക്കി കാണിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ അനുമോൾ അവിടെ കാണിച്ച ഇത്രയും കാര്യങ്ങളൊന്നും സ്ഥിരമായിട്ട് ഷോ കാണാത്ത ഫോളോ ചെയ്യാത്ത ആൾക്കാർ കാണുമ്പോൾ ഓക്കെ അനുമോള് ഒക്കെ പാവട എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല. കാര്യം അവർ സ്ഥിരമായിട്ട് ആ ഒരു ഷോ എല്ലാ എപ്പിസോഡും ഫോളോ ചെയ്തേക്കുന്ന ആൾക്കാരായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത്. അതൊന്നും തെറ്റില്ല. പക്ഷേ അന്ധമായിട്ട് അനുമോൾക്ക് ചെയ്യുന്ന പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു കപ്പടിച്ചതിന് അത്രയും മഹത്വവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഷിംജിതേനെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഷിംജിതേനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ചില ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം അനുമോൾ എന്നിട്ട് അതിനുശേഷം അങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ബാക്കിയുള്ള ലൈഫിൽ അത്രയും ഒരു ഹേർട്ടായിട്ട് ബാധിക്കുന്ന രീതിയിൽ കുറേ സംഭവങ്ങൾ ചെയ്തുകൊണ്ടാണ് അനുമോൾ പിന്നെ ബാക്കി ആൾക്കാരുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉണ്ടാ അങ്ങനെ ഒരു സംഭവം അവിടെ അതിനുള്ളൊരു സ്പേസ് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം എന്താണ്, അനുമോൾ ഓൾറെഡി അവരുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഇവർ എല്ലാവരും കൂടെ പൊന്നേ പോവേ കരളെന്നും പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാർ പോവുക. അങ്ങനെ ഒരു രീതിയില്ല. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഒരു പ്രൊഫഷണൽ രീതിയിൽ കുറച്ച് ഒരു നല്ല ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഇങ്ങനെ കാണുന്ന അങ്ങനെ കുറച്ച് സംഭവവികാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതുപോലെ ഇല്ലാതെ ഭയങ്കര ബാലിഷ്യമായിട്ട് മറ്റേ ഇറ്റുപുള്ളി പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പരിപാടിയാണ് അനീഷ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും ഈ കഴിഞ്ഞ അവാർഡിൻ്റെ ആ ഒരു പരിപാടിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ഒരു അവാർഡിൻ്റെ പരിപാടിക്കകത്തോട്ട് വരാം. അവിടെ നടന്നേക്കുന്ന സംഭവവികാസങ്ങളാണ് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ അനീഷും അനുമോളും തമ്മിലുള്ള ഓരോ പരിപാടികൾ നമുക്കത് കാണാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ത്രില്ലുണ്ട്. പിന്നെ ഇങ്ങനൊരു അവാർഡിന് എന്നെ പരിഗണിച്ചതിലും എനിക്കത് കിട്ടിയതിലും ഒരുപാട് എന്താ പറയുക, ഞാനിപ്പോൾ മാനം മുട്ടിയാണ് ഇപ്പം നിൽക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു അവാർഡ് ഷോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു.
അപ്പോൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഭാവിയിലൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ അവാർഡ് കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അടുത്ത വർഷം തന്നെ, രണ്ടാമത്തെ വർഷം തന്നെ ഈ ഒരു ഷോ നടക്കുമ്പോൾ എനിക്ക് കിട്ടി. അതിലൊരു സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ, ആ ഒരു സെൻസിൽ എടുക്കണം. ഈ ഫണ്ണായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിന്നെ അനീഷ് ഈ പറഞ്ഞു കയറ്റത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാം ഫണ്ണാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ചില ആൾക്കാർ പറയും ഇപ്പം അനുമോൾക്ക് മാത്രമായിരുന്നു അവിടെ ആ PR, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് PR ഇല്ലായിരുന്നു എന്ന് ചോദിക്കും. ഓഫ് കോഴ്സ് ബാക്കിയുള്ള ആൾക്കാർക്കും PR ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാക്കിയുള്ള PRനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അനുമോളുടെ PR വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവരെ മോശക്കാരാക്കിക്കൊണ്ട് അനുമോൾ ചെയ്ത ഏത് കൊള്ളരുതായ്മയും ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള PR ആയിരുന്നു അനുമോളുടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും PR ഇല്ലായിരുന്നു എന്നുള്ള സാധനം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട. പിന്നെ പ്രിയങ്ക ചേച്ചി ഇത്രയും നാളത്തെ ഒരു എന്താ പറയുക, ഇത്രയും നാളത്തെ ഒരു സിനിമയിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. 2 എമിനന്റ് ലേഡീസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്പെഷ്യലി ഒരിക്കൽ കൂടെ പറയുന്നു, ബിഗ് ബോസ് ആണ് ആരും അറിയാതെ കിടന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ സമയത്തും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും, എൻ്റെ വാക്കുകളുണ്ടായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടായിരിക്കും. ഈ സുപ്രഭാതം അനു എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അല്ല, സുപ്രഭാതം ബിഗ് ബോസ് എന്നായിരുന്നു. സുപ്രഭാതം ബിഗ് ബോസ്. അപ്പൊ അനു നിൽക്കുന്നോണ്ട് സുപ്രഭാതം അനു എന്നൊന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഐക്കോണിക് ഡയലോഗാണ് സുപ്രഭാതം ബിഗ് ബോസ്. അതുകൊണ്ട് അത് മാറ്റി പറയില്ല, മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്കോട് ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നല്ലേ അനീഷിനെ? തീർച്ചയായിട്ടും. അനുമോളുടെ അടുത്ത് പറയാൻ പറ്റില്ല എന്നുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. കാര്യം അതിനകത്ത് വെച്ച് ഇവർക്കിടയിൽ അങ്ങോട്ട് അനുമോളുടെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ദേഷ്യം തോന്നുന്നത് അവിടെ അതിനകത്തുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ വന്നിട്ടാണ് ഇവർ ഈ ഒരു കാര്യം പറയുന്നത് കൂടെ ആലോചിക്കണം. അപ്പോഴും അനുമോളുടെ അടുത്ത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ ഇതെൻ്റെ ഐക്കോണിക് ഡയലോഗാണ്, അത് എനിക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിന് അനീഷിനെ ഇതുപോലെ ബിഗ് ബോസ് കണ്ട് ഇഷ്ടപ്പെട്ടേക്കുന്ന പല ആളുകളും ഉണ്ട്. അപ്പം ഈ പറഞ്ഞ ജനങ്ങളാണ് ഇത്തരത്തിൽ അനീഷിൻ്റെ ഈ ഒരു ഡയലോഗ് ഇഷ്ടപ്പെട്ട ഒരു ഐക്കോണിക് എന്ന നിലയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ആ ജനങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് ഐക്കോണിക് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ജനങ്ങളത് ഓക്കെ ഇത് അനീഷിൻ്റെ ഐക്കോണിക് ഡയലോഗ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ അത് നമ്മൾ സ്വയം പറയുമ്പോഴത്തേക്കിന് ഇതെൻ്റെ ഐക്കോണിക് ഡയലോഗ് എന്ന് സ്വയം പറയുമ്പോൾ അതൊരു തരത്തിലുള്ള ഒരു അല്പത്തരമല്ലേ? എന്താണ് അനീഷിന്റെ മനസ്സിലുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെൽഫ് ലവിലാണ്. സോ ഈ ഒരു മൊമെന്റിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഡിജിറ്റൽ മീഡിയ സൂപ്പർ സ്റ്റാർസിന് അറിയാണ് അനു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തിരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ്, ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത അഞ്ജന മാഡം അവിടെ ഇരിക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്നുള്ളത്. അത് വീണ്ടും ഞാൻ ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്. സോ ദാറ്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. സോ ഞാൻ പറയുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും ആ പ്രൊഫഷണൽ ബന്ധം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി ഇത്രയും ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ഈ പ്ലാറ്റ്ഫോം അതിനു വേണ്ടി കൂടെ യൂസ് ചെയ്യുന്നു. ഈ പ്രൊഫഷണൽ ബന്ധം എന്ന് പറയുമ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ ബിഗ് ബോസ് ഇത് കഴിഞ്ഞ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോൾ ഇങ്ങനെ നാണം കെട്ട് വാങ്ങിയേക്കുന്ന ഒരു കപ്പാണ്, PR കൊണ്ട് മാത്രം വാങ്ങിയേക്കുന്ന ഒരു കപ്പാണ്, അടിച്ചു പറ്റിയൊരു കപ്പാണ്. ഇതും പൊക്കി പിടിച്ചുകൊണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ടോ ഇവിടെ എല്ലാം ഈ നാണക്കേട് വേറി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നുള്ള ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പം ബാക്കിയുള്ള ആൾക്കാർ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സാധനം ആൾക്കാരും ചെയ്യുന്നില്ല. പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ ടൈമിൽ ബിന്നി ഇവരെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അന്ന് അവർക്ക് അത്രത്തോളം മോശമായിട്ട് അനുമോൾ കാരണം അവർക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവർ വിട്ടു. ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും അനീഷ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു പ്രൊഫഷണൽ ബന്ധമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ഇച്ചിമുള്ളി പിള്ളേരുടെ പരിപാടിയാണ് അനീഷ് ഇവിടെ കാണിച്ചേക്കുന്നത്. സീരിയസ്ലി ഇപ്പം എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അനുമോൾ അവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം പല ആൾക്കാരും മറന്നുപോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നിട്ട് ഇപ്പം
ഇങ്ങനെ ഈ ഒരു സ്പേസി വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ പിടിച്ച് നല്ല രീതിയിൽ ഏറി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനീഷിന് ഇത്രയും നെഗറ്റീവ് കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇച്ചിമുള്ളി പിള്ളേരുടെ പരിപാടി തന്നെയാണ് അനീഷ് അവിടെ കാണിച്ചേക്കുന്നത്. ഒരു പ്രൊഫഷണൽ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സ്പേസി വന്നിട്ട് പേഴ്സണൽ പ്രശ്നം ഇങ്ങനെ വന്നിട്ട് ആ ഒരു രീതിയിൽ കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാരത് പറയില്ല. പിന്നെ ഓഫ്കോഴ്സ് ഈ പറയുന്ന അനുമോള് ക്യൂട്ട്നെസ് വാരി എറിയുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞു, ഇത്രയും നാളുകൾ കഴിഞ്ഞില്ലേ, അപ്പം വീണ്ടും അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാന്ന് പറയുമ്പോൾ ഇത് രണ്ടാൾക്കാർ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് ഇത് ഏറ്റവും വലിയൊരു കോമഡി. അവാർഡ് അനുമോളുടെ നിന്ന് വാങ്ങിച്ചിട്ട് അനീഷ് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് സിനിമകളിലൂടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നതാണ്. ഇവിടെ ബിഗ് ബോസിന്റെ വിന്നർ എന്നുള്ള സാധനം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വിന്നർ എന്നുള്ളൊരു സാധനം കൊടുക്കണ്ട, ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റുമായിരുന്നു എന്നൊരു സാധനം വേണമെങ്കിൽ അനീഷിന് അവിടെ കൊടുക്കാമായിരുന്നു. പക്ഷേ ആ ഒരു സാധനം അവിടെ കൊടുക്കാണ്ടിരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ചീപ്പ് പരിപാടിയായിട്ടുള്ളത് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. ഓക്കെ, ആ ഒരു സാധനം ഓൾറെഡി ആ ഒരു സ്റ്റേജിനകത്ത് നിന്നിട്ട് തന്നെ കാണിച്ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അനുമോൾ ഇതിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു അതിനെക്കാട്ടിൽ പ്രൊഫഷണൽ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരാളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ചെഴുതാൻ ആരായാലും കഴിയില്ല. അത് ശരിയാണ്. കാരണം ഷിംജിതേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഇത് അനുമോളുടെ ബിഗ് ബോസിനകത്തുള്ള പ്രവർത്തികൾ വെച്ച് മാത്രം പറഞ്ഞൊരു സാധനമാണ്. പിന്നെ എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരായാലും കഴിയില്ല. അനുമോളെ ഇങ്ങനെ കിടന്ന് കാണിക്കല്ലേ. അനുമോക്ക് വളരെ നന്നായിട്ട് PR കൊണ്ട് മാത്രം ജയിക്കുകയാണെന്ന് ഇതിൻ്റെ അന്നത്തെ കുറേ സംഭവവികാസങ്ങൾ വീണ്ടും അത് പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ വയ്യ. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാർ, പ്രൈസ് മണി, അതിലും വലിയത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസം ആയി ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. സത്യമാണ്. PR കൊണ്ട് അല്ല കേട്ടോ. PR എന്ന് പറയുന്നൊരു സംഭവം കൊണ്ടല്ല അനുമോൾ വിന്നറായിരിക്കുന്നത്. അത് നമുക്കറിയാം. PR കൊണ്ടല്ല, ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് വിന്നറായെന്നുണ്ടെങ്കിൽ പേടിക്കണം. കാരണം ഇനിയും നാളുകളിൽ ഇതുപോലെ ഒരുപാട് ദീപക്കിനെ പോലുള്ള സ്വയം ജീവൻ എടുക്കേണ്ടി വരുന്ന ആൾക്കാരുടെ അവസ്ഥകൾ ഉണ്ടാവും. കാരണം ആ ബിഗ് ബോസിന്റെ ടൈമിൽ തന്നെ ഇതുപോലെ കൊട്ടാരക്കരയിൽ ഇതുപോലെ അൾട്ടിമേറ്റ് പ്രോമാക്സ് സദാചാരം കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു ഭർത്താവിനും ഭാര്യയ്ക്ക് ഇതുപോലെ കാറിൽ വയ്യാണ്ടിരുന്ന് കിടക്കുന്ന സമയത്ത് അതിനകത്ത് വേറെ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു അന്ന് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ആ പെങ്കൊച്ചിനും കൊടുത്തേക്കുന്നത്. പ്രോമാക്സ് സദാചാരം, അക്ബർ ഖാൻ മറ്റേ ബസ്സിലെ ഞരമ്പനെ പോലെയാണെന്നൊക്കെ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് ഇട്ടേക്കുന്നതാണ്, ആർക്കും നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ. ഈ രണ്ടെണ്ണത്തിനെ പിടിച്ച് ഏതെങ്കിലും നേഴ്സറി സ്കൂളിൽ കൊണ്ട് ചേർക്കണം. ഒരുമാതിരി ഇച്ചിമുള്ളി പരിപാടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഒരുമാതിരി കൊഞ്ഞാണം കുത്തി കാണിക്കും. അതാണ് നിങ്ങൾക്ക് പറ്റിയ പരിപാടി. എന്താണെങ്കിലും കൊള്ളാം. ഇത്രയും നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.